ഹലോ ഓൾ വെൽക്കം ടു റൈസപ്പ് ഡെയിലി എത്തിക്സ് ആൻസർ പ്രോഗ്രാം. സോ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കറൻറ്റ് ഇൻ്റർനെറ്റ് എക്സ്പാൻഷൻ ഹാസ് ഇൻസ്റ്റിൽഡ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് കൾച്ചറൽ വാല്യൂസ് വിച്ച് ആർ ഓഫൺ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ദ ട്രഡീഷണൽ വാല്യൂസ് ഡിസ്കസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബേസിക്കലി വാല്യൂസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിങ്, ഡിഫറെൻറ്റ് വാല്യൂ കോൺഫ്ലിക്റ്റ്, ഇപ്പം മോഡേൺ വാല്യൂ കോൺഫ്ലിക്റ്റും മോഡേണിറ്റിയും ട്രഡീഷണലും കൂടി വരുന്ന സമയത്ത് ട്രഡീഷൻ വാല്യൂസും മോഡേൺ വാല്യൂസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് വരുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ് വിത്ത് റെസ്പെക്ട് ടു കമ്മിങ് ഓഫ് ന്യൂ ഏജ് ആയിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ മോഡേണിറ്റിയിൽ നമുക്ക് അറിയാം കുറച്ചുകൂടി ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് കൂടുതൽ, ഇവിടെ കുറച്ചുകൂടി കമ്മ്യൂണിറ്റി ബേസ്ഡ് വാല്യൂസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കൊടുത്തിരിക്കുന്ന കുറച്ച് പാരഗ്രാഫ് ഫോർമാറ്റിൽ എങ്ങനെ ഒരു ആൻസർ എഴുതാം എന്നുള്ളൊരു മോഡലിലാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ എഴുതണമെന്നില്ല, പക്ഷേ നമ്മൾ കുറച്ച് കൂടുതൽ പോയിൻറ്റ്സ് കൊടുക്കാൻ കാരണം നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കണ്ടൻറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ ഇതിനകത്തൊരു ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റിനെ പറ്റി പറഞ്ഞിട്ട് തന്നെ തുടങ്ങാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ദ ക്ലാഷ് ബിറ്റ്വീൻ ഇൻ്റർനെറ്റ് ഡ്രിവൺ വാല്യൂസ് ആസ് വെൽ ആസ് ദി നോർംസ് ഓഫ് വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് എ റിവർ മീറ്റിംഗ് ദ സീ ആണ്. ദ സ്റ്റഡി കറൻറ്റ് ഓഫ് ലോങ് ഹെൽഡ് ബിലീവ്സ് കൊളൈഡിങ് വിത്ത് ദ റെസ്റ്റ്ലെസ് ടൈഡ്സ് ഓഫ് ഡിജിറ്റൽ ഏജ്. സോ നമ്മളിവിടെ ഒരു മെറ്റഫോർ ഇട്ടിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ ഒരു സ്ട്രോങ് ഹോൾഡായ വാല്യൂയിലേക്ക് പുതിയ വാല്യൂ വരുമ്പോൾ ഒരു ഡിസ്ട്രപ്ഷൻ പോലെയാണ് അല്ലേ. സീ എന്ത് ചെയ്യുന്നു, പുഴ എന്ത് ചെയ്യുന്നു, സീനെ മീറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ വാല്യൂ ചേഞ്ചസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതെന്നാണ്. അൾട്ടിമേറ്റ്ലി ഇതെന്തായി മാറും, ഈ റിവർ എന്ത് ചെയ്യും, ദർ വിൽ ബി ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി റിവർ ഓൾസോ പാർട്ട് ഓഫ് സീ ആയിട്ട് മാറുന്നു. സോ ദാറ്റ് മീൻസ് ഈ ന്യൂ വരുന്ന പുതിയതായിട്ട് വരുന്ന വാല്യൂ സിസ്റ്റം ഫോർ എ ലോങ് ടൈം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇത് മേജർ വാല്യൂ സിസ്റ്റമായിട്ട് മാറുന്നു. അപ്പോൾ പുതിയ ചേഞ്ചസ് വരുമ്പോൾ വേറെയും റിവേഴ്സ് എന്ത് ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും. സോ അതുപോലെയാണ് വാല്യൂ സിസ്റ്റംസ് ഇവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഈ ഒരു ടെർബുലൻറ്റ് സിറ്റുവേഷനിൽ എന്ത് ചെയ്യേണ്ടി വരും, പുതിയ രീതിയിലുള്ള എത്തിക്കൽ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ന്യൂ ഐഡൻറ്റിറ്റീസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, സോഷ്യൽ കോഹഷൻ, മോറൽ സെർട്ടനിറ്റി ഒക്കെ ഈ ഒരു പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ എഴുതിയത്. എന്നിട്ട് എന്തൊക്കെ ന്യൂ വാല്യൂസ് ആണ് ചലഞ്ചിങ് ട്രഡീഷണൽ സോഷ്യൽ വാല്യൂസിനെ ചലഞ്ച് ചെയ്യുന്ന എന്തൊക്കെ ന്യൂ വാല്യൂസ് ആണ് ബിക്കോസ് ഓഫ് ഇൻ്റർനെറ്റ് വന്നു എന്നുള്ളതാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ എഴുതിയേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന് ഇപ്പം ന്യൂ ഏജിനകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പെർസ്പെക്റ്റീവ് പ്രകാരം ഇൻഡിവിജ്വൽ മോറൽ ഡ്യൂട്ടീസിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പയർഡ് ടു ദി ട്രഡീഷണൽ വാല്യൂ വിച്ച് ഈസ് മോർ ഫോക്കസിങ് ഓൺ സോഷ്യൽ ഹാർമണി. അപ്പം അവിടെ ട്രഡീഷണൽ ആസ്പെക്ട്സിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് മജോറിറ്റിയുടെ അഭിപ്രായമാണെങ്കിൽ ഇവിടെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ട്രൂത്തും ഡൈമെൻഷൻസും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസൊക്കെ ആഫ്റ്റർ ഇൻ്റർനെറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരുടെ ഡയലോഗ്സുകൾ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ LGBT കമ്മ്യൂണിറ്റീൻ്റെയൊക്കെ ക്യാമ്പയിൻസ് ഒക്കെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ബാക്ക് ബോണോടുകൊണ്ട് മാത്രം പോസിബിൾ ആയിട്ടുള്ളതാണ്. ദേ വിൽ സ്റ്റാൻഡ് ആസ് ഫോർ മോർ റൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻ്റർനെറ്റിൻ്റെ ഒരു ഐഡിയോളജി വരും. ഇത് ട്രഡീഷണൽ വാല്യൂ സിസ്റ്റമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടായിരിക്കും പൊതുവേ ഉണ്ടാവുക. അതേപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, പണ്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു വില്ലേജ് ആ ഒരു ലെവലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ട്രഡീഷണൽ ഗ്രൂപ്പിൻ്റെ ബേസ് ചെയ്തിട്ടായിരുന്നു പണ്ടത്തെ നമ്മുടെ റിലേഷൻഷിപ്പുകളുടെയൊക്കെ റിലേഷൻഷിപ്പുകളുടെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കോമ്പാഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോർഡർലെസ്. ത്രൂ ഇൻ്റർനെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബൽ ഒപ്പീനിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്ലോബൽ ഒപ്പീനിയൻസിലൂടെ തന്നെ നമുക്ക് ക്രൗഡ് ഫണ്ടിങ്, അതേപോലെ ഡിസാസ്റ്റർ വിക്ടിംസിനുള്ള സൊല്യൂഷൻസ്, ഇതൊക്കെ പണ്ട് ഒരു റീജിയനിൽ മാത്രം നടന്നിരുന്ന പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യുന്ന ആ റീജിയനിലുള്ള ആളുകൾ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് എവിടെ ലോകത്ത് എന്ത് റീജിയനിൽ ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ നടന്നാലും ഗ്ലോബൽ കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ പർട്ടിക്കുലർ സ്ഥലത്തേക്ക് നമുക്ക് അതിൻ്റെ ഫോക്കസ് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് ഒരു റീസണാണ്. അതേപോലെ തന്നെ പണ്ടത്തെ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി ഒക്കെ എന്ന് പറയുന്നത് എത്തിക്കൽ കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് പണ്ടും ഉണ്ടെങ്കിലും ട്രഡീഷണൽ സെറ്റിങ്സ് ഓവൺ പ്രാക്ടീസ് കൺട്രോൾഡ് ഡിസ്ക്ലോഷർ ആയിരുന്നു. അതായത് കൂടുതൽ എന്താണ്, സ്റ്റെബിലിറ്റി, റെപ്യൂട്ടേഷൻ. ഇപ്പോൾ കാസ്റ്റ് സിസ്റ്റം, ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം, കാസ്റ്റ് മോശമാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റെബിലിറ്റി, കാസ്റ്റ് സിസ്റ്റം ആ സൊസൈറ്റിക്ക് കൊടുക്കുന്ന സ്റ്റെബിലിറ്റിക്കായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇൻ്റർനെറ്റ് വരുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രഡീഷണലായിട്ടുണ്ടായിരുന്ന സ്റ്റെബിലിറ്റി കൊണ്ട് വന്നിട്ടുള്ള ഇൻജസ്റ്റിസും ഇൻറ്റഗ്രിറ്റീൻ്റെ ഇഷ്യൂസൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇൻ്റർനെറ്റ് വന്ന പിന്നെ അത് പുറത്തോട്ട് വരികയും കൂടുതൽ അക്കൗണ്ടബിലിറ്റി പബ്ലിക് സ്പേസിൽ കാണാൻ പറ്റുന്നു എന്നുള്ളത് വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് ആണ്. അതൊരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷനാണ് ട്രഡീഷണൽ വാല്യൂ സിസ്റ്റമായിട്ട് വരുമ്പോൾ. അതേപോലെ തന്നെ ജസ്റ്റിസ്, ഫെയർനെസ്സിൻ്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ജസ്റ്റിസ് ഫെയർനെസ്, ഇപ്പം ജസ്റ്റിസ് ഓഫ് ഫെയർനെസ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഏജിലൊക്കെ പല ആളുകൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്,
പണ്ടുള്ളതിനെക്കാട്ടും ഓപ്പർച്യൂണിറ്റി. പണ്ടിപ്പം അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് കൊണ്ട് നമുക്ക് വരുന്ന കാസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ലീനിയേജസ്, അതല്ല എന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ലാംഗ്വേജ് വെച്ചുള്ള ബാരിയേഴ്സ്, ഇതൊക്കെ മോഡേൺ ടെക്നോളജി വന്നിട്ടുള്ള സൊല്യൂഷനിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്തൊരു പാർട്ടിലേക്ക് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വാല്യൂ അണ്ടർമൈൻ ട്രഡീഷണൽ ആസ്പെക്ട്സിനെ എങ്ങനെ അണ്ടർമൈൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നമുക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഹൈപ്പർ ഇൻഡിവിജ്വലിസം വരുന്നത് ഒരു വലിയ പ്രോബ്ലമാണ് ഡിജിറ്റൽ ഏജ് ആയിട്ട് വരുന്ന സമയത്തേക്ക്. ഹൈപ്പർ ഇൻഡിവിജ്വലിസം വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് സെൽഫ് ഐഡൻറ്റിറ്റീസ് ആണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. സെൽഫ് ഐഡൻറ്റിറ്റിക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമ്പം അവിടെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കാണെങ്കിലും നമ്മുടെ സ്വന്തം ആവശ്യം, നമ്മുടെ അനോണിമിറ്റി, നമ്മുടെ പേഴ്സണൽ ഡ്യൂട്ടീസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ കമ്മ്യൂണിറ്റി ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കമ്മ്യൂണിറ്റി ലെവൽ ഫോക്കസസ്, ഒരു നൈബർഹുഡിൻ്റെ ഏരിയാസ്, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വാല്യൂ സിസ്റ്റത്തിലേക്കായിരുന്നു നമ്മൾ കൂടുതൽ പോകുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, പേഴ്സണൽ വാല്യൂവിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൺലൈൻ കൾച്ചറിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുന്നത് ഭയങ്കര ബ്ലേഡായി തുടങ്ങി. അതായത് ആളുകളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, സ്ട്രേഞ്ചേഴ്സ് പ്രാങ്ക് വീഡിയോസ് നമ്മൾ ഇറക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ അനുവാദം ഇല്ലാതെ ആളുകളുടെ എക്സ്പ്രഷൻസ് റിവീൽ ചെയ്യുക, ഇങ്ങനെയുള്ള ഇതിൽ ഏതാണ് റൈറ്റ് റോങ്, ഇത് എത്രത്തോളം റൈറ്റ് ആണ്. ഇപ്പോൾ ചില ആളുകൾ അത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ എടുക്കുന്നുണ്ട്, ചില ആളുകൾ അത് ഇൻവേഷൻ ഓഫ് പ്രൈവസി എടുക്കുന്നുണ്ട്. സോ ദിസ് ക്ലിയർ ഡിമാർക്കേഷൻ ഓഫ് റൈറ്റ് റോങ് എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് ആളുകൾക്ക് ഡിവൈഡ് ഇപ്പം കണ്ടു തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് പ്രോബ്ലം. അതേപോലെ തന്നെ കൺസ്യൂമറിസവും മെറ്റീരിയലിസവും വൺ ഓഫ് ദ അനദർ ഇഷ്യൂ ആണ് ഇൻ്റർനെറ്റ് വന്ന പിന്നെ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള സെയിൽസ്, ഓൺലൈൻ ഫെസ്റ്റിവൽ, ഇതൊക്കെ ഫെസ്റ്റിവൽസൊക്കെ കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യലൈസ്ഡ് ആയി മാറി. ഇപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഫെസ്റ്റിവൽ തന്നെ ആഘോഷിക്കുന്നത്. സോ ഇത് പണ്ടത്തെക്കാട്ടും കൂടുതൽ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്ന ആവശ്യത്തിലേക്ക് പോകുകയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ലിവിങ്ങിന് ബാധിക്കുകയും മൈൻഡ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്ന് മാറി സസ്റ്റൈനബിൾ ലിവിങ്ങിനെ അത് ബാധിക്കുന്നു എന്നുള്ളത് വൺ ഓഫ് വേറൊരു പ്രോബ്ലമാണ്. അതേപോലെ വേറൊരു പ്രോബ്ലമാണ് ദ വെർച്വൽ വാലിഡേഷൻ്റെ പ്രോബ്ലം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്ന് നമ്മൾ അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് ലൈക്സ് യു ഗെറ്റ് ഓർ നമ്പർ ഓഫ് ഷെയർസ് യു ഗെറ്റ് ഫ്രം യുവർ ഫോളോവേഴ്സ്. സോ നിങ്ങൾക്ക് നിങ്ങളെ ഫോളോവേഴ്സ് നിങ്ങളൊരു ഫോട്ടോയിൽ എത്ര ലൈക്ക് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ ഹാപ്പിനെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ലൈക്ക് കുറയുമ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് കുറയുന്നു, ലൈക്ക് കൂടുമ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് കൂടുന്നു. സോ കംപ്ലീറ്റ്ലി നിങ്ങളുടെ സെൽഫ് വാലിഡേഷനെ നിങ്ങൾ ഡിജിറ്റലി ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു സൊസൈറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടുണ്ടായിരുന്ന ട്രഡീഷണൽ വെർച്യൂസിനെയും സെൽഫ് റെസ്പെക്റ്റിനെയും ഒക്കെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സെൽഫ് എസ്റ്റീം ഇറോഡ് ചെയ്ത് പോകുന്നതും മെൻ്റൽ വെൽബീയിങ്ങിനെ അത് ബാധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഷുഡ് ഫസ്റ്റ് എംബ്രേസ് ദാറ്റ് ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ വാല്യൂസും അതേപോലെ തന്നെ മോഡേൺ വാല്യൂസും കോഎക്സിസ്റ്റ് ചെയ്യുന്നതാണ് മോഡേൺ സൊസൈറ്റി എന്നതാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് വൺ വേ ഓഫ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഒരു എത്തിക്സും അല്ലെങ്കിൽ ട്രഡീഷണൽ എത്തിക്സോ മാത്രമായിട്ട് ഫോളോ ചെയ്യുന്നതിനെക്കാട്ടും വി ഷുഡ് അക്സെപ്റ്റ് ദാറ്റ് ദർ ഈസ് എത്തിക്കൽ പ്ലൂറലിസം. So that means there is a multiple existence of different type of ethical standards. ആ എത്തിക്കൽ പ്ലൂറലിസം അക്സെപ്റ്റ് ചെയ്യുമ്പം ബാക്കിയുള്ളവരുടെ ഒരു വ്യൂ പോയിൻ്റ് എന്താണെന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇൻ്റർ ജനറേഷണൽ ടോക്സ് കൂട്ടുക എന്നുള്ളതാണ്. പാരൻസും സ്റ്റുഡൻസും ആയിട്ടുള്ള അല്ലെങ്കിൽ ചിൽഡ്രനുമായിട്ടുള്ള ടോക്സ് നമ്മൾ കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കണ്ടംപററി സൊസൈറ്റീൻ്റെ റിയാലിറ്റീസ്, ഡിജിറ്റൽ ലിറ്ററസീസ് നമ്മൾ ആളുകളിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസി നമുക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കുറേ കുറയ്ക്കാൻ പറ്റും. അതുപോലെ വി ഷുഡ് ഓൾസോ എൻകറേജ് ഇന്നോവേഷൻ വിച്ച് സ്ട്രെങ്തൻ സോഷ്യൽ കോഹഷൻസ് ചെയ്യാൻ പറ്റുന്ന, കമ്മ്യൂണിറ്റി വാല്യൂസ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീൻ്റെ നല്ല വശങ്ങൾ അതേപോലെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ആ മ്യൂച്വൽ ഡയലോഗ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് വരിക. സോ by integrating the strength of both old and new, the progress can be pursued without eroding the moral foundation that sustain collective harmony എന്നുള്ളതാണ്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ആൻസർ എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയ പോയിൻറ്റ്സും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പാരഗ്രാഫായിട്ട് എഴുതാം, ഇത് പോയിൻറ്റ് ഫോർമാറ്റുമായിട്ട് എഴുതാം. പക്ഷേ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് പാരഗ്രാഫ്, നമ്മൾ പൊതുവെ പോയിൻറ്റ് ഫോർമാറ്റിലാണല്ലോ കാണിക്കുക. അപ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ട് പാരഗ്രാഫിലൂടെ എങ്ങനെ എഴുതാം എന്നുള്ളതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പാരഗ്രാഫ് ഫോർമാറ്റിൽ ഇത് എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതല്ലാതെയും കൂടുതൽ പോയിൻറ്റ്സ് കൊണ്ടുവരാനും പറ്റും കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.